വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്തയുണ്ട്. അതുപോലെ ലെബനനിലും ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. പി ജെയിംസ് ചെയ്യുന്നു. പി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. ആകെ കൂടെ ഒരു സുഖമില്ലാത്ത പ്രഭാതമാണ് പി. മൊത്തത്തിൽ ഒരു സങ്കടവും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഭാതമാണ്. ഒരു ചെറിയൊരു ആളലും പകച്ചലും ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. ഒപ്പം തന്നെ പലയിടത്തും യുദ്ധം നടക്കുകയാണ്. ഇപ്പൊ ഇസ്രായേല് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടാണ് ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എസ്കെൻ ഉക്രൈനിലെ കീവിൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. സുഡാനിൽ രക്തപ്പുഴ ഒഴുകുകയാണ്. അങ്ങനെ ഈ 3 സ്ഥലത്തും 2 സ്ഥലത്ത് യുദ്ധവും 1 സ്ഥലത്ത് ആഭ്യന്തര യുദ്ധവും നടക്കുന്നു. എന്തായാലും ഇസ്രായേൽ സേന നടത്തിയ ആക്രമണം ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ച് അവിടെ 2 പേർ കൊല്ലപ്പെട്ടു. ഒരു കുഞ്ഞാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലെബനോനിൽ 1 വർഷത്തെ വെടിനിർത്തലായി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കയറി ആക്രമിക്കും. വീണ്ടും ലെബനനിലെ പല പ്രദേശങ്ങളിലും കയറി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. കുറേ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ തന്നെ ട്രംപിൻ്റെ സമാധാന പദ്ധതി ഗസയെ സംബന്ധിച്ച് 2ാം ഘട്ടം ചർച്ചകൾ നടക്കുന്നു. ട്രംപിൻ്റെ തന്നെ മരുമകൻ ജെർദ് കുഷ്ണർ ഇസ്രായേലിലെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചർച്ച നടത്തി. ഹമാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. തെക്കൻ ഗസയിൽ ഈ ഹമാസിൻ്റെ 200ഓളം പേരെ ടണലിൽ കുടുക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന. അവരെ വിട്ടുകൊടുക്കണമെന്ന് മറ്റു രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. അവരെ വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ്. അവർ ഇതിലാണ്. പക്ഷേ എന്തായാലും അവർ കീഴടങ്ങണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. തയ്യാറല്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാന പദ്ധതിക്ക് വലിയ ഒരു കോട്ടം തട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ എസ്കെൻ ഈ മണിക്കൂറുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവിച്ചൊരു രാഷ്ട്രീയ സംഭവവികാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് ഷറായും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറിയൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലെത്തി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നത്. ഇതുവരെയൊക്കെ സിറിയയുടെ ഇത് മുഴുവൻ റഷ്യയോടായിരുന്നു. നേരത്തെ ബഷാർ അൽ ആസാദ് ആണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹം വലിയ വിപ്ലവം ഉണ്ടായപ്പോൾ റഷ്യയിലേക്ക് രക്ഷപ്പെട്ട് അവിടെ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ പക്ഷത്തേക്ക് സിറിയ മാറിയിരിക്കുന്നത് വലിയ പട്ടിണിയും പ്രശ്നമാണ്. എന്തായാലും അവരാവശ്യപ്പെട്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ് എസ്കെൻ, സിറിയയും ഇസ്രായേലും തമ്മിൽ അബ്രഹാം കരാറിൽ ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അഹമ്മദ് ഷെറ പറയുന്നത് ഗോലാൻ കുന്നുകൾ 1967 പിടിച്ചടക്കിയതാണ്. അത് സംബന്ധിച്ചൊന്നും തീരുമാനമായിട്ടില്ല. ഞങ്ങൾ അയൽക്കാരാണ് സിറിയയും ഇസ്രായേലും. അതുകൊണ്ട് അബ്രഹാം കരാറിൽ ഒപ്പിടില്ല എന്ന് പറയുന്നില്ല. ചർച്ചകൾ വേണ്ടി വരും എന്ന് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ് എസ്കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. നമുക്കിനി നാളെ കാണാം. ഓക്കെ, താങ്ക് യു. നാളെ ഉണ്ടെങ്കിൽ അതാ ഞാൻ പറയാൻ വന്നത്. ഇനി പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിയാൽ ചിലപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഇല്ലല്ലേ? ബിപിക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. എങ്കിൽ അതുവഴി വലത്തോട്ടങ്ങ് പോയിക്കോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.